ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ മഴയ്ക്ക് ശമനം. സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടമുണ്ടായി. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, മഴ എത്തുന്ന ഭക്തർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് സന്നിധാനത്തെ കാഴ്ചകൾ? ഒപ്പം സ്വാമി അയ്യപ്പൻ റോഡ് വലിയ നാശനഷ്ടങ്ങൾക്ക് വിധേയമായെന്ന് കേൾക്കുന്നുണ്ടല്ലോ. കൃഷ്ണരാജ്, ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ മഴയാണ് സന്നിധാനത്തും മലയോര പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായത്. അത് കാനനപാതയിലായാലും ഈ സ്വാമി അയ്യപ്പൻ റോഡിലായാലും എല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ മരം കടപുഴകി വീഴുകയും നിരവധി ഈ രീതിയിൽ വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അത് വൈദ്യുതി ലൈനുകൾ വ്യാപകമായി പൊട്ടി വീഴാനും എല്ലാം തന്നെ ഇടയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് പുലർച്ചയോടുകൂടി 3 മണിക്ക് മുമ്പായി തന്നെ ആ മരം വെട്ടി മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. അതിന് ശേഷമാണ് ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടാൻ തുടങ്ങിയതും. ഇന്നലെ ഈ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ട് രാത്രിയിൽ നിലയ്ക്കൽ നിന്ന് തന്നെ ഭക്തരെ പമ്പയിലേക്ക് വാഹനങ്ങളടക്കം കടത്തിവിടുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ പമ്പയിലെത്തിയ ഭക്തരോടും രാത്രിയിൽ മല കയറരുതെന്ന നിർദ്ദേശമാണ് നൽകിയത്. പിന്നീട് ഇന്ന് രാവിലെ മുതൽക്കാണ് അയ്യപ്പ ഭക്തരെ എല്ലാം തന്നെ മല കയറാൻ അനുവദിച്ചത്. നിലയ്ക്കൽ നിന്ന് ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് വാഹനങ്ങൾ പമ്പയിലേക്ക് വിടുകയും ചെയ്തത്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ സ്വാമി അയ്യപ്പൻ റോഡിൽ ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും ഒക്കെ ചെയ്തത്. അത് വലിയ രീതിയിൽ ഭക്തർ കടന്നു പോകുന്ന സമയമല്ലായിരുന്നു എന്നത് ഏറെ ആശ്വാസകരമായി. അത് എല്ലാം തന്നെ പുനഃസ്ഥാപിച്ച് ഇന്ന് രാവിലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒഴിവായിരുന്നു. രാവിലെ 9 മണിക്ക് ശേഷം ഇതുവരെയും സന്നിധാനത്തോ മലയോര മേഖലയിലോ സ്വാമി അയ്യപ്പൻ റോഡിൽ ഈ ഭക്തർ കടന്നു വരുന്ന വഴിയിലും ഒന്നും മഴയില്ല എന്നതും ഏറെ ആശ്വാസകരമാണ്. ഇന്ന് രാവിലെ ഈ നിറപുത്തരി ചടങ്ങുകൾ നടക്കുമ്പോൾ ഭക്തരുടെ തിരക്ക് വളരെ കുറവായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 10:30 കുറേ ഭക്തർ എത്തിയെങ്കിൽ പോലും അവരും ഇപ്പോൾ തൊഴുത് മലയിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് ഇനിയും സന്നിധാനത്ത് അവശേഷിക്കുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന ഭക്തർ പമ്പയിൽ നിന്നും മല കയറുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഹരിവരാസനത്തോടു കൂടി നട അടയ്ക്കും എന്നതുകൊണ്ട് ഇനിയും വലിയൊരു തിരക്കും പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിൽ ഈ പ്രാവശ്യത്തെ നിറപുത്തരി ആഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോൾ വളരെ ഭക്തിസാന്ദ്രമായി തന്നെ അത് നടന്നു. എങ്കിൽ കൂടിയും ഈ കാലാവസ്ഥയെല്ലാം പ്രതികൂലമായതിനാൽ ഭക്തരുടെ തിരക്ക് നന്നേ കുറവായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് സ്വാമി അയ്യപ്പൻ റോഡിലും മറ്റും ഇത്തരം പ്രശ്നമുണ്ടായത്. ഇതേ സമയത്ത് തന്നെ നീലിമലയിലൂടെ ഇന്നലെ തന്നെ ഭക്തരെ കടത്തിവിടുന്നില്ല. വലിയ വഴുക്കൽ അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മരം വീണ് കിടപ്പുണ്ടായിരുന്നു. മരമൊക്കെ വെട്ടിമാറ്റിയെങ്കിലും വലിയ വഴുക്കലുള്ളതുകൊണ്ട് അതുവഴി പോകുന്നത് അപകടമാണ് എന്ന ഒരു വിലയിരുത്തലിലാണ് അതുവഴിയുള്ള മലകയറ്റം നിരോധിച്ചത്. അതുകൊണ്ട് തന്നെ ഭക്തർ പൂർണ്ണമായും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തർ എല്ലാം തന്നെ ഇത്തരം പ്രതിസന്ധികളിലൊക്കെ അതിജീവിച്ചാണ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയെങ്കിലും നല്ല ദർശനം കിട്ടി എന്നുള്ളതാണ് ഇവിടെ എത്തിയ ഓരോ ഭക്തരിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം തിരക്കില്ലാഞ്ഞതിനാൽ സമയമെടുത്ത് തൊഴാനും എല്ലാം തന്നെ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിറപുത്തരിയുടെ പ്രസാദമെല്ലാം വാങ്ങി അവർക്ക് മടങ്ങാനും സാധിക്കുന്ന വളരെ ഹൃദ്യമായ ഒരു ദർശനം തന്നെ എല്ലാവർക്കും കിട്ടി എന്നതാണ് വന്ന് മടങ്ങിയവർ ഓരോരുത്തരും നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതും. ഇപ്പോൾ എന്തായാലും ഏതാണ്ട് 6.5 മണിക്കൂറായി ഈ സന്നിധാനത്തും മലയോര മേഖലയിലും ഇവിടെ മഴയില്ല എന്നത് ആശ്വാസകരമാണ്. സന്നിധാനത്ത് മഴ ശമിച്ചിട്ടുണ്ട്, അതൊരാശ്വാസമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.